ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ക്യാരറ്റ് ഹലുവ. അപ്പൊ ഗൈസ്, നമ്മളിന്ന് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, ചിരണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാരറ്റ്. ഇത് നമ്മൾ എറണാകുളത്ത് നിന്ന് മേടിച്ചാണ്. ആരും പോയി മേടിക്കരുത്, പൊട്ട ക്യാരറ്റ് ആണ്, മേടിക്കരുത് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഇത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ തന്നെ അറിയുന്നുണ്ടോ, പകുതി മുറിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങൾ മുറിച്ചാണ്, ഇവിടെയൊക്കെ ചീത്തയായിരുന്നു. അല്ല, നിങ്ങൾ മേടിച്ചു ആ ഒരു, ഇപ്പൊ എല്ലാ കടയിലും നോക്കി മേടിക്കണം. നിങ്ങൾ എടുക്കുവാണെങ്കിൽ തന്നെ കിറ്റിന്, നമ്മളിപ്പോ മേടിച്ചപ്പോ അവര് കിറ്റില് കെട്ടി വെച്ചേക്കുവായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തരാഞ്ഞ. അല്ല, നമ്മൾ നോക്കി മേടിക്കാൻ. ഇത് കണ്ടത് ഇപ്പൊ ഇത് ചീത്തയായിരുന്നു. ഇത് ചീത്തയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് നോക്കി മേടിക്കുവാണെങ്കിൽ. അപ്പൊ ഇനിയും മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കിറ്റിലുള്ള മേടിക്കരുത്. മേടിക്കുവാണെങ്കിൽ തന്നെ അതെടുത്ത് നോക്കണം കേട്ടോ. ഇതിന്റെ ഇവിടെയൊക്കെ ചീത്തയായിരുന്നു. ഞാൻ ഒരു കേട്ടോ വെച്ചോന്ന് ഇതുപോലെ ഞാൻ അറിയട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിരിക്കും വെച്ചാ. അത് പാടായിരിക്കും അങ്ങനെ വെക്കുന്നത്. കണ്ട, അച്ചൊക്കെ അങ്ങനെ ഒറ്റക്കരിയാണ് വെക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടാക്കിയിട്ടില്ല, ഗ്യാസ് ഓഫാണ്. ഒച്ച കേട്ടോ, വൈബ്രേഷൻ ഇതുവരെ പോയിട്ടില്ല. ഇത് നോക്കോ, അതെ ഒന്ന് എടാ, ഇത് ഒന്നും നോക്കാം. പിടിച്ചു നോക്കിയാല്. അല്ല, നിക്കതേ ഒന്ന് കൈ മാറ്റാം, എന്നാലും വൈബ്രേഷൻ അതെ. ഇതുവരെ എന്റെ വൈബ്രേഷൻ പോണില്ലമ്മ. കണി വെക്കേ, ഇതിലാ കണി വെക്കണ ഞങ്ങള്. ഇതിലാണ്. ഉരുളിയാണ് നമ്മുടെ ജീവിതം. പക്ഷെ നമുക്ക് ഒരു കുഞ്ഞു ഉരുളി മേടിക്കണം. ഞാനത് അല്ല, കണി വെക്കുമ്പോ എല്ലാ സാധനവും വെച്ച് പണ്ട് പോലെ നമ്മൾ ഇല്ലാത്ത നമ്മുടെ പണ്ടത്തെ ഉരുളി. പക്ഷെ അത് നമ്മള് അച്ഛനേക്കണോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇല്ലെങ്കിൽ കറുത്തിരുന്നേനെ. ചെറിയ അച്ഛ പണിയുണ്ട്. ഹലോ, ഞാൻ കേട്ടോ, ഞാൻ നോക്കാം. പിന്നെ ഒരു കാര്യം ഉണ്ട്, നമ്മളൊരു എല്ലാ പണിയും ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നമ്മളിപ്പോ ചുമ്മാ ഉണ്ടാക്കാന്ന് വെച്ചാണ്. അപ്പൊ നിങ്ങളോട് കാണിക്കാന്ന് ഓർത്തതാണ്. അമ്മ അതിനിടക്ക് എന്തൊക്കെയോ കറിയാക്കാൻ വെക്കുന്നു. ഞങ്ങൾ അടുപ്പിൽ തീ പിടിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ദീപത്തിൽ തീ പിടിപ്പിക്കുന്ന പോലെ. ചിരട്ടയിൽ നമ്മൾ തീ പിടിപ്പിച്ചിട്ടാട്ടോ അടുപ്പിലിട്ട് വെക്കണേ. ഇത് പൊക്കത്തുനിന്ന് വെച്ചാ പോരാമേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പറ്റിയിരുന്നത്. ഞാൻ അതിന്റെ പൊക്കത്തേക്ക് അങ്ങനെയല്ല, അങ്ങനെ പ്രൊഫഷണലൊന്നുമല്ല. പഠിക്കണം, പെൺപിള്ളേർ മാത്രമല്ല, ആൺപിള്ളേരും പഠിക്കണോടാ. പെൺപിള്ളേർക്ക് പ്രത്യേകിച്ച് പ്രത്യേകത. ഞാൻ ചാരം വരാത്ത ഇതിനകത്ത് തീയുണ്ട്. കാര്യം തിടക്ക് വെച്ച നമ്മളെ കറണ്ട് ചതിച്ചു. കറണ്ട് പോയി. എപ്പോഴും മര്യാദക്ക് രാവിലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ രണ്ടാമത് തീ പിടിപ്പിക്കണമായിരുന്നു. അരി വെച്ച് വാർത്തടുപ്പ, ആ അടുപ്പിൽ രണ്ടാമത് ഞാൻ വീണ്ടും തീ പിടിപ്പിക്കേണ്ടി വരുമായിരുന്നു. അല്ലാതെ ഇപ്പൊ തീ പിടിപ്പിക്കുന്ന കേട്ടോ, കരിയൊന്നും മാരി കളയാഞ്ഞ. പുറത്ത് നല്ല കാറ്റ്, നല്ല സുഖമുണ്ട്. തുമ്മലോടല്ല, ഞാൻ കൈ പിടിച്ചിട്ടില്ല. അമ്മ എടുത്ത് വെച്ചോണ്ടെങ്കിൽ അമ്മക്ക് നിനക്കങ്ങ് എടുത്ത തന്നെ തുമ്മോ റൗണ്ട് കറക്റ്റ് ഇരുന്നല്ലോ. മണം നമുക്ക് ഇത്തിരി തള്ളി വെച്ച് കൊടുക്കാം. ക്യാരറ്റ് വില കുറഞ്ഞ് കിട്ടിയോണ്ടാണ് ഇത്ര ഉണ്ടല്ലേ. എത്ര രൂപയാണ്? പകുതിയും മുക്കാലും പോയിരിക്കുവാ.
ഇത് ഇത്ര ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോ ഇച്ചിരി ഉണ്ടാവുള്ളൂ കേട്ടോ. അച്ഛൻ സൈഡിൽ കൂടി എടുത്തിട്ട് പോയി. ഇപ്പൊ ഇത് കണ്ടോ നമ്മളിങ്ങനെ എന്ത് വെച്ചാ സാധനം അരിഞ്ഞ സാധനം ഒരു ചിരണ്ടറ സാധനം ഉണ്ടാവും. ഇത് ചിരണ്ടി എടുത്താണ്. ഏതാ എനിക്കറിയില്ല. അയ്യോടാ ഞാൻ എടുത്തിടും. സക്സസ്ഫുൾ. ഓ ഞാൻ അടുക്കള കയറുന്ന ആളാണ്. ആ വല്ലപ്പോഴും ചിലപ്പം. അവിടെ ഞാൻ എല്ലാ ദിവസവും കേറാറുണ്ട്. കിട്ടി അടുക്കള എല്ലാ ദിവസവും കേറും. കാലിലിട്ട് കിട്ടി. നിന്നോട് അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോഴും കാലിലിട്ട് കിട്ടി. എന്റെ പ്രാക്കാണ്. നീ ഒന്നും പറയാം. വാടച്ചും കീച്ചേറിപ്പോ മനസ്സില്ല. കീച്ചേറിപ്പോയി നിന്റെ വയറ്റില്ലത്തുള്ളൂ. അത് ഏതിലെ കൂടിയൊക്കെ നടക്കണായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ പോയി ബാത്റൂമിലൊക്കെ കയറി അതൊക്കെ നിന്റെ വായിലൊക്കെ പോയാ വൃത്തിയായിട്ട് ഞാൻ സത്യം പറഞ്ഞ ഈച്ച ഏതിലെ കൂടിയൊക്കെയാണ് നടക്കുന്നത്. ഈച്ചക്ക് വൃത്തിയില്ല. ഈച്ച നടക്കണ സ്ഥലത്തെ കൂടെ അയ്യോടാ എനിക്ക് ഈച്ചേനെ പറ്റി വലിയ സാമൂഹ്യ ശാസ്ത്രം അറിയാൻ മേല, സയൻസ് ശാസ്ത്രം അറിയാൻ മേല, ഒന്നും അറിയാൻ മേല. എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം അങ്ങനെ ഒരു പറച്ചില് കിട്ടിയപ്പോ സമാധാനായില്ല. എന്നാ ഇച്ചിരി കൂടെ കൊടുക്കുക ചേച്ചി. നമ്മൾ ഈ വടിയാട്ടോ കത്തിക്കാൻ പറ്റും. ഉണ്ണിയുടെ തലക്കെട്ട് കമ്പുണ്ട്. എനിക്ക് ഇച്ചിരി തോരത്തിന് വേണം ക്യാരറ്റ്. പോരെ അമ്മ തോരത്തിനും എടുത്തോണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഉണ്ടായി വരുമ്പോ ഈ പ്ലേറ്റ് ഉണ്ടാവുള്ളൂ ഇത്രയും ക്യാരറ്റ്. ക്യാരറ്റ് വെച്ച് ക്യാരറ്റ് എന്നതാ ഉണ്ടാക്കണേ? നെയ്യുടെ ടേസ്റ്റ് ആയതുകൊണ്ട് അച്ഛൻ മദ്യം കഴിക്കും. വലിയ താല്പര്യമില്ല. പിന്നെ ഇച്ചിരി ഉണ്ടാകാനായിട്ട് എല്ലാം പറഞ്ഞ അമ്മ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ സത്യമല്ലേ പറഞ്ഞു. ക്യാരറ്റ് വെച്ച് കഴിയുമ്പോ അത് കഴിയുമ്പോ അത് ഇതായി പോകും. ഇത് കണ്ടത്തില്ല അതിൽ കൊണ്ട് കഴിയും. സൈക്കോ. നെയ്യ് കഴിക്കാൻ പോവാണ്. നല്ല ശുദ്ധമായ വാക്കേല അമ്പലത്തില് പശുവിന്റെ നല്ല ക്ലിയർ നെയ്യാട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് അധികം ഇങ്ങനത്തെ നെയ്യില് എരുത്ത് പോലെ ഒന്നും ഇല്ലല്ലേ. അത് അടുത്ത സ്ഥലത്ത് ഉണ്ടാക്കി ലൈവായിട്ട് ഉണ്ടായി തന്നെ സാധനമാണ്. ലൈവായിട്ട് കാണാനും പറ്റില്ലല്ലേ. ഞാൻ നെയ്യ് ഉണ്ടാക്കണ കണ്ടിട്ടുള്ളത് എവിടെയാണോ എനിക്കറിയില്ല. അതെന്നാടാ നീ പൊട്ടത്തരം പറയുന്നു. ഞാൻ പൊട്ടത്തരം അല്ല പറഞ്ഞ, ഞാൻ മലയാളം. ഇത്രയും നെയ്യ് മതിയാവോ? ഇനിയും വേണോ? ഇച്ചിരി നെയ്യ് നമ്മൾ ഇടുന്നുള്ളൂ. വേറെ കാര്യം. ആരെങ്കിലും നോയാന്ന് പറഞ്ഞു. നിന്നെ എല്ലാവരും ട്രോൾ ചെയ്യൂടി കണ്ട. എന്നെ മാത്രം ട്രോൾ ചെയ്യാൻ പോലെ അവനെയും കൂടി ട്രോളണം. അത് നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഇടാറായോ? ഇടുവാണോ? ക്യാരറ്റ് ഇടാൻ പോവുകയാണ്. ചട്ട എടുത്തിട്ടുണ്ട്. അയാളുടെ മോന്തയ്ക്ക് നോക്കി അത് മറ്റടിക്കണം. മതിയാവോ? ഈ ചട്ടകം മതിയാവോ? വലുത് ഇല്ല. അപ്പൊ ആ തൂങ്ങി കിടക്കണം. പിന്നെ അയ്യോ അത് ചെറുതാണല്ലോ. അത് വട്ടത്തിലാണോ? ഇതാണോ അമ്മ? ഇടാൻ പോവുകയാണ്. ഓ വേഗം ഇടുവാണ്ട പോകുന്നുണ്ട്. വേട്ടോ ചട്ടകം ഞാൻ അതല്ലേ പറഞ്ഞത്. വലിയ ചട്ടകം കിട്ടിയില്ല. അതുകൊണ്ട് ഈ ചട്ടകം അഡ്ജസ്റ്റ്. ചട്ടകം എടുത്തില്ല. ഇതെന്നാണ് ചേട്ടാ എന്റെ മേത്താണ് ഇതൊക്കെ ഇരിക്കുന്നത്. ക്യാമറമാൻ എന്നെ അടിക്കുക. ഒരു ലൈറ്റ് മാറ്റം എന്നെ അടിക്കുക ക്യാമറമാൻ. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ ചിരട്ട ഇരുന്ന് കത്തണം. എന്റെ തലയാണ് ഇല്ലേ? ജയചേട്ടൻ പറയണേ കൂടെ ഇടും. എനിക്ക് ചിരി വന്നു. ഞാനിപ്പോ വാവൂട്ടി പിടിച്ച് വീഡിയോയിൽ ഒരു മഞ്ഞ കളർ പക്ഷെ ഒറിജിനൽ ആയിട്ട് ഒരു ഓറഞ്ച് കളർ.
അല്ല ഇപ്പൊ ലേറ്റിന്റെ ബിരിയാണി റൈസ് കിടന്നോളില്ലേ നല്ലോണാണ്. അവിടെ അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ ചിരിക്കണ അപശബ്ദം. ലൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഡിജെ ലൈറ്റ് ആണ്. നന്നായിട്ടുള്ള ഞാൻ ഉണ്ടാക്കട്ടെ. ഓക്കെ, നമ്മുടെ ലൈറ്റിന്റെ തല പോയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ. കല്ലി കൊല്ലുവോ? ഞാൻ മാറി നിന്നേക്കാം. നിങ്ങൾ അവള് ചട്ടിക്കാൻ വെച്ചെടുത്തടിക്കും. അടിക്കണോടാ അടി. ഇനി എന്നാ ഇതിൽ ചേർക്കണ്ടേ? ഇനി ചേർക്കേണ്ട സാധനങ്ങൾ. നമ്മുടെ നെയ്ക്ക് ഇച്ചിരി കുറവ് വന്നേ, അതുകൊണ്ട് നമ്മൾ രണ്ടാമത് നെയ്യ് മേടിച്ച് ഒഴിക്കുക. കണ്ട കുറവുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണാം. അതുകൊണ്ട് നമ്മളത് വീണ്ടും വേറെ നെയ്യൂല്ലേ, ഈ കാറ്റലോഗ് നല്ലോണം നെയ്യ് വേണം കേട്ടോ. ഹലുവ ഏതായാലും നെയ്യ് വേണം അല്ലേ? ഏതാണ് നല്ല നെയ്യ് വേണം. ഇപ്പം ഇവർ വരട്ടുന്നൊക്കെ കാണിക്കും. ഞാൻ ചോറിന് വരുന്നു, അപ്പോൾ ഉണ്ടിട്ട് വരാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പഞ്ചസാര ഇടാൻ പോവാണ്. ആ പഞ്ചസാര പൊടിച്ചല്ലേ ചേ? പഞ്ചസാര ഏലക്ക. ആ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചാണ്. ഇച്ചിരി കൂടി പഞ്ചസാര ഇടൂലേ? നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടൂ കേട്ടോ. ക്യാരറ്റ് ഹൽവ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാരറ്റ് ഹൽവ. ആ ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കണേ, ഞാനും ഉണ്ടാക്കാറ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഞാൻ ഈ മൈക്കും കൂടി ഇവന് കൊടുക്കുവാണ്. ഏലക്കയും ഇതുകൂടിയുള്ള മണം. ചോറും കൂടി കഴിക്കണം. ചോറ് കഴിച്ചിട്ട് വരുമ്പോൾ മധുരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നീ പിടിച്ചോടെ ഈ മൈക്ക്. ഇവന്റെ സൗണ്ട് മിക്കാറ് എക്കോ കൂട്ടൊന്നും വരാണ്ടിരുന്നാ മതിയായിരുന്നു. നമ്മളിതേ ഇത് ആക്കിയിട്ടുണ്ട്. ഇതേ കണ്ട കൂട്ടി വെച്ചേക്കുവാണ്. ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ ഇടണം അല്ലേ? ഇതിൽ നമ്മൾ ഇടാറുണ്ട്. അപ്പൊ ഇതിൽ വെക്കുമ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇതിലേക്ക് ഇത് മൊത്തം ഇതിൽ കൊള്ളത്തില്ലെങ്കിലും നമ്മൾ ഇച്ചിരി നല്ല സ്ഥലത്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുവാണ്. ഇച്ചിരി നമുക്ക് എടുത്ത് ഇതിലേക്ക് ഇട്ട് നിങ്ങളെ കാണിക്കുക. ഇത് എടുത്തിട്ട് വരാം ഗൈസ്. നമ്മൾ എടുത്തിടുവാണ്. ഓക്കെ ഓക്കെ. വാവ്, അപ്പോൾ തോന്നുന്നു ഇച്ചിരി കൂന കൂട്ടി വെച്ചാൽ മതി. എന്തോ നമ്മൾ വെച്ചപ്പോ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല കുറച്ചാവൂന്ന്. കണ്ടാ തോരൻ വെക്കണം. അല്ല ഇത്ര മതി. നമ്മളെല്ലാം ഇത് ക്യാരറ്റ് ഹൽവയുടെ ഫാൻസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കത് ഇഷ്ടമല്ല, എന്നാലും കഴിക്കും. ആദ്യം കഴിച്ചിട്ട് പോലും അധികം ഇത് കഴിക്കാനും പറ്റിയല്ല. നെയ്യും മധുരമൊക്കെ അല്ലേ. ഓ സൗണ്ട് കേട്ടോ. ഇത് ഷേപ്പ് ആക്കുവാണല്ലേ. അപ്പൊ കഴിച്ച് നമ്മൾ കഴിക്കാൻ പോവാണ്. എല്ലാരും കഴിക്കാൻ പോണം. ഞാൻ കഴിച്ചില്ല. ഇവളെ അത് ഞാൻ തീറ്റിക്കുന്നത് ഇങ്ങനെയാ. ഡയറ്റ് വന്നുകൊണ്ട് കാര്യമില്ല. ശരിക്കും ഫ്രിഡ്ജ് വെച്ച് നാളെ സെറ്റ് ആക്കിയിട്ടാണ് എടുക്കണ്ടേ അല്ലേ? ഇന്ന് ഇങ്ങനെ കഴിക്കാം, നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് അല്ലേ? ഇങ്ങനെ എടുത്താൽ കഴിക്കണം. കഴിച്ചാ മത്തടിക്കും. ഇത് അധികം കഴിക്കാനും പറ്റില്ല, ഭയങ്കര മത്തായിരിക്കും. കുഞ്ഞു വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഇടക്ക് നീ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. അമ്മേനെയും കൂടി കൂട്ടി നിർത്തിയിട്ട് എന്നാടാ എനിക്ക് അങ്ങനെ അവനെ ഉണ്ടാക്കാൻ പേടിയും. ദോശ ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ ക്യാരറ്റ് ഒക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. 4 കിലോ 100 രൂപ കിട്ടും. 4 കിലോ 100 രൂപ കിട്ടും. അപ്പോൾ എല്ലാവരും പോയി മേടിക്കാൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ബൈ.